Good morning, friends. So, growth of charge in LCR circuit എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ LR സർക്യൂട്ടിൻ്റെയും CR സർക്യൂട്ടിൻ്റെയും ഗ്രൗത്ത് ആൻഡ് ഡീകേ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. So, growth of charge in series LCR circuit means when a battery is connected in series with L, C and R, or to an inductor, a capacitor and a resistor are connected in series with a battery or a voltage source is called a series LCR circuit. So, ഈ series LCR സർക്യൂട്ടിൽ നേരത്തെ LR സർക്യൂട്ടിലും CR സർക്യൂട്ടിലും സംഭവിച്ചതുപോലെ എങ്ങനെയാണ് ചാർജും കറണ്ടൊക്കെ ഗ്രോ ചെയ്യുന്നത്? ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണോ, ട്രാൻസിയൻ്റ് ആയിട്ട് ടൈം എടുത്തുകൊണ്ടാണ്, ഏത് രീതിയിലാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. സോ അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എഴുതാം, വോൾട്ടേജ് ഡ്രോപ്പുകളുടെ ഇക്വേഷൻ എഴുതാം. നമുക്കറിയാം ദ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു അല്ലേ, ദ പൊട്ടൻഷ്യൽ സോഴ്സിൻ്റെ ദ വോൾട്ടേജ് ഈസ് ഇ, ദെൻ ഈസ് ഈക്വൽ ടു ഡ്രോപ്പ് അക്രോസ് ആർ ഈസ് ഐ ആർ, then drop across the inductor is L I by dt, drop across the capacitor is Q by C. So this is the equation. But I is equal to dq by dt and the I by dt is equal to d square q by dt square. ഇത്രയും കാര്യങ്ങൾ അതും നമുക്കറിയാം അല്ലേ. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും നോക്കൂ. നമുക്ക് അതേപോലെ ഈ റൈറ്റ് സൈഡിൽ എഴുതാം. സോ എൽ ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ആർ ഡി ക്യൂ ബൈ ഡി ടി പ്ലസ് ക്യൂ ബൈ സി is equal to ഇ. ജസ്റ്റ് നമ്മളെ കൺവീനിയൻസിന് വേണ്ടി ഈ ഓർഡറിൽ എഴുതിയെന്ന് മാത്രം, കാരണം ഇത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ, then അതിൻ്റെ സീറോത്ത് ഓർഡർ, അങ്ങനെ എഴുതിയെന്ന് മാത്രം. ഓക്കെ. സോ നൗ ഡിവൈഡിങ് ദ ഹോൾ ടേംസ് ബൈ എൽ, this becomes the d square q by dt square plus r by l dq by dt plus q by cl equal to e by l. Okay. Now നമുക്ക് നോക്കൂ, this term can be taken to the left side and the denominator making a common factor, that is cl, multiplying this e and l by c, that is ce by cl എന്നായിട്ട് മാറും അല്ലേ. So this becomes d square q by dt square plus r by l dq by dt plus q minus ce by lc is equal to 0. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മുടെ സൊല്യൂഷൻ്റെയും ഇൻ്റഗ്രേഷൻ്റെയും ഒക്കെ എളുപ്പത്തിന് വേണ്ടി ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് കൂടി ചെയ്യാം. സോ പുട്ടിങ് ദിസ് ആർ ബൈ എൽ is equal to 2b and this 1 by l c is equal to k square. ഓക്കെ. സോ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, d square q by dt square plus this 2b into dq by dt plus this k square into q minus ee, where the ce can be replaced by q0. കാരണം നോക്കൂ, ഇവിടെ നമ്മൾ q is equal to q0 ആകുമ്പോൾ, when q is equal to q0 അല്ലെ, when q is equal to q0 നമുക്കറിയാം dq by dt 0 ആണ്, d square q by dt സ്ക്വയറും 0 ആണ്. അതുകൊണ്ട് തന്നെ q by c is equal to q0 by c is equal to e ആയിട്ട് മാറുന്നത്, or q0 is equal to ce എന്ന് കിട്ടുന്നു. സോ നമുക്ക് ഈ സിഇക്ക് പകരം എന്ത് എഴുതാം, q0 എന്നത്. സോ ദിസ് ഈസ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് ദി ചാർജസ് ഇൻ LCR സർക്യൂട്ട്. നമുക്ക് ചെറിയ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ ചെയ്യാം. ലെറ്റ് x ഈക്വൽ ടു q മൈനസ് q0 അല്ലേ. സോ നമുക്കറിയാം x ഈക്വൽ ടു q മൈനസ് q0 ആണെങ്കിൽ dx by dt will be dq by dt since q0 is a constant. അതേപോലെ തന്നെ d square x by dt square will be d square q by dt square അല്ലേ. സോ നമുക്ക് അതുകൊണ്ട് ഇവിടെ എക്സിൻ്റെ ടേംസിൽ ഇതിനെ ഇക്വേഷനെ റീപ്ലേസ് ചെയ്യാം. സോ ദിസ് ബിക്കംസ് d square x by dt square, this becomes 2b times dx by dt plus this becomes k square into x equal to 0. സോ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്കൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് രണ്ട് തവണ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ. സോ ഒരു എളുപ്പത്തിലുള്ള മെത്തേഡ് എന്ന് പറയും, നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ ഫോം അസ്യൂം ചെയ്യാം. സോ വി അസ്യൂം ദ സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു എ ഇ ടു ദ പവർ ആൽഫ ടി. ഇറ്റ്സ് എ കോമൺ സൊല്യൂഷൻ ഫോം. സോ ബട്ട് നമുക്ക് എന്താ അറിയില്ല, വാട്ട് ഈസ് എ ആൻഡ് വാട്ട് ഈസ് ആൽഫ. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം,
if x equal to a e to the power alpha t anengil, then dx by dt will be a alpha e to the power alpha t, and d square x by dt square will be a alpha square. ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. So a alpha square e to the power alpha t. Okay, so substituting these in this equation, so d square x by dt square ന് പകരം എന്തോ നോക്കൂ, a alpha square e to the power alpha t plus then 2b dx by dt, 2b a alpha e to the power alpha t, then k square a e raised to alpha t is equal to 0. So a e to the power alpha t എല്ലാത്തിലും കോമൺ ആണ്, അതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ബാക്കി വരുന്ന എന്തായിരിക്കും നോക്കുക, ഇവിടെ ആൽഫ സ്ക്വയർ, ഇവിടെ 2b ആൽഫ, ഇവിടെയാണെങ്കിൽ k സ്ക്വയർ. സോ ദിസ് വൺ ആൽഫ സ്ക്വയർ പ്ലസ് 2b ആൽഫ പ്ലസ് k സ്ക്വയർ is equal to 0. So ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലേ, ആൽഫ സ്ക്വയറിന്റെ ആൽഫ വേരിയബിൾ ആയുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ആൽഫ ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്, minus b plus or minus root of b square minus 4ac by 2a മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. This is equal to minus b plus or minus root of b square minus k square. Okay. സോ നമുക്ക് സൊല്യൂഷൻ എഴുതാം. നമ്മുടെ സൊല്യൂഷൻ നോക്കൂ, ഇവിടെ രണ്ട് സൊല്യൂഷൻ വരും അല്ലേ, കാരണം ഒന്ന് പ്ലസ് ആകുന്ന കേസിൽ ഒരു സൊല്യൂഷൻ ആയിരിക്കും വരിക, മൈനസ് ആകുന്ന കേസിൽ മറ്റൊരു സൊല്യൂഷൻ ആയിരിക്കും വരിക. സോ അതോടുകൂടി തന്നെ ഇവിടെയുള്ള ഈ കോൺസ്റ്റൻസും എയും മാറും അല്ലേ. സോ പ്ലസ് ആകുന്ന കേസിൽ ഒരു എ ആയിരിക്കും, മൈനസ് ആകുന്ന കേസിൽ മറ്റൊരു കോൺസ്റ്റന്റ് ആയിരിക്കും വരുന്നത്. സോ പ്ലസ് ആകുന്ന കേസിൽ നമുക്ക് എ എന്നെടുക്കാം, മൈനസ് ആകുന്ന കേസിൽ നമുക്ക് കോൺസ്റ്റന്റിനെ ബി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. So the most general solution will be the sum of the two solutions. So the most general solution is a e to the power minus b plus root of b square minus k square into t plus b e to the power minus b minus root of b square minus k square into t, which is equal to what is x? X equal to q minus q0. So it is equal to q minus q0. So what is q? q0 ne പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി അല്ലേ. So q is equal to q0 plus these terms. Okay. So നമുക്ക് ഇനി എയും ബിയും കൂടെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിന്റെ എക്സാക്ട് സൊല്യൂഷൻ അറിഞ്ഞു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഇപ്പോൾ എയും ബിയും അൺനോൺ ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ. സോ അതിനു വേണ്ടി നമുക്ക് എയുടെയും ബിയുടെയും ടേംസിൽ രണ്ട് ഇക്വേഷൻസ് അറിയണം. സോ അതിനു വേണ്ടി നമ്മൾ രണ്ട് കണ്ടീഷൻസ് ഉപയോഗിക്കാൻ പോവുകയാണ്, രണ്ട് നോൺ കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു ടൈം t is equal to 0, q is equal to 0 അല്ലേ. അത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കൂ, q is equal to 0 is equal to q0 plus a e to the power 0 എന്നായിട്ട് മാറും അല്ലേ. അതേപോലെ b e to the power 0 എന്നായിട്ട് മാറും. What is e to the power 0? That is 1. That is q0 plus a plus b is equal to 0, or a plus b is equal to minus q0. ഒരു ഇക്വേഷൻ കിട്ടിയല്ലേ. സോ ഇതേപോലെ ഒരു ഇക്വേഷനും കൂടെ സെക്കൻഡ് ഒരു ഇക്വേഷനും കൂടെ ഒബ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എയും ബിയും സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇതിന്റെ ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കുന്നു, ഡി ക്യൂ ബൈ ഡി ടി ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് എഴുതി നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുന്നു, മറ്റൊരു ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നു. മറ്റ് ടി is equal to 0 നമുക്കറിയാം, ഡി ക്യൂ ബൈ ഡി ടി 0 ആണ് അല്ലേ. ക്യൂ 0 ആയതുപോലെ തന്നെ കറണ്ടും ഇനീഷ്യലി 0 ആണ്, കാരണം സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പ് 0 ആണ്. സോ അതുകൊണ്ട് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, a minus b is equal to minus q0 b by root of b square minus k square. So നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി, a plus b is equal to this one and a minus b is equal to this one. So adding these two terms, a plus b plus a minus b എന്ന് വരുമ്പോൾ എന്ത് വരും നോക്കൂ, 2a എന്ന് വരും അല്ലേ. is equal to റൈറ്റ് സൈഡിലും അതേപോലെ സം ചെയ്ത് പോകുന്നു. So 2a is equal to minus q0 plus minus q0 b by root b square minus k square. Okay. Then a is equal to ഒരു by 2 കൂടെ ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ q0 പുറത്തെടുക്കുകയും ചെയ്യും, കോമൺ ആയിട്ട് പുറത്തെടുക്കുകയും ചെയ്യാം. So a becomes minus q0 by 2 1 plus b by root b square minus k square. Similarly b കണ്ടുപിടിക്കാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So b is equal to minus q0 minus a എന്ന് എഴുതാം. അല്ലെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ ദിസ് ടേം മൈനസ് ദിസ് ടേം ചെയ്യാം അല്ലേ. എ പ്ലസ് ബി മൈനസ് മൈനസ് എ മൈനസ് ബി എന്ന് വരുമ്പോൾ എന്തായിട്ട് മാറും, മൈനസ് എ പ്ലസ് ബി എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് 2b എന്നായിട്ട് മാറും അല്ലേ. സോ 2b കിട്ടും. സോ അതിൽ നിന്ന് b കണ്ടുപിടിക്കാം. സോ എനിവേ b ഈസ് ഒബ്റ്റെയിൻഡ് ആസ് minus q0 by 2 1 minus b by root b square minus k square.
Okay, so here നമ്മുടെ പഴയ ഇക്വേഷനിൽ എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇനിയല്ലേ. സോ ദിസ് ക്യൂ, ദ സൊല്യൂഷൻ ഈസ് ക്യൂ is equal to q0 by 2 q0 minus q0 by 2 e to the power minus bt കോമൺ ആണ്, നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. ദെൻ ബാക്കി വരുന്ന ടേംസ് അല്ലേ, ഇവിടെ ഇ റേസ് ടു മൈനസ് ബി ടി രണ്ട് ടേംസിലും ഉണ്ടല്ലോ, അത് കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. ദെൻ ബാക്കി വരുന്ന ടേംസ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ 1 plus b by 1 plus b by root b square minus k square e to the power b plus b square minus k square into t plus 1 minus b by root b square minus k square e to the power minus b root b square minus k square into t. Okay, so this is the solution. This is the instantaneous equation. This is the equation for the charge at any time t, or instantaneous charge during the charge graph. Okay, so നമുക്ക് ഇക്വേഷൻ കാണുമ്പോൾ, ഇക്വേഷൻ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഏത് രീതിയിലാണ് ഗ്രോ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സോ അതിനു വേണ്ടി നമ്മൾ ചില ഇതിൻ്റെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. കാരണം ഇവിടെ ഇതൊരു റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്ന ടേം ആയതുകൊണ്ട് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 കേസുകളായിരിക്കും ഇവിടെ കിട്ടുന്നത്. ബി സ്ക്വയർ ഗ്രേറ്റർ ദാൻ കെ സ്ക്വയർ ആകുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഈക്വൽ ടു കെ സ്ക്വയർ ആകുമ്പോൾ മറ്റൊന്നാണ്. ബി സ്ക്വയർ ലെസ് ദാൻ കെ സ്ക്വയർ ആകുന്ന കേസിൽ മറ്റൊരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, മറ്റൊരു നാച്ചുറൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് ഓരോ കേസായിട്ട് അപ്ലൈ ചെയ്യാം. ദ ഫസ്റ്റ് കേസ്, when b square is greater than k square, that is r by 2l whole square greater than 1 by lc, the case is called overdamped case or deadbeat case. എന്നാണ് ഓവർഡാംപ്ഡ് എന്ന് വിളിക്കാനുള്ള കാരണം നോക്കൂ, ഡാമ്പിംഗ് ഫാക്ടർ ആയിട്ടുള്ള ആർ, റെസിസ്റ്റൻസ് ഫാക്ടർ, ഡിസിപ്പേറ്റിംഗ് ഫാക്ടർ ഇവിടെ കൂടുതലാണ്, അപ്പോഴേ ആർ ബൈ 2l കൂടുതലായിട്ട് മാറുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ദിസ് ഓവർ ഡാംപ്ഡ് കേസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഡാമ്പിംഗ് കൂടുതലാണ് എന്നർത്ഥം. സോ ഇത് കൂടുതലാകുന്ന സമയത്ത് ദിസ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇസ് പോസിറ്റീവ്. സോ റൂട്ട് ഓഫ് എ പോസിറ്റീവ് ഇസ് എ റിയൽ. Okay, so this is a real quantity. So നോക്കൂ എന്ത് സംഭവിക്കുന്നു നോക്കൂ, this is a real into t, this is again this real and this minus a real into t. So anyway, this charge grows exponentially with time and attains a maximum value q0 asymptotically. അതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. Okay. The second case is if b square is equal to k square. ഒരു critical case ആണല്ലേ, ഒരു critical, ഒരു threshold condition പോലെയാണ്. If b square is equal to k square or r by 2l whole square is equal to 1 by lc, the case is called critically damped case. Okay, so ഈ കേസിൽ നമുക്കറിയാം റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്ന ക്വാണ്ടിറ്റി അപ്പോൾ എന്ത് തന്നെയാണ്, 0 ആണ്. സോ തന്നെ റൂട്ടും വിൽ ബി 0 and the charge rises to maximum value q0 in a short time. അല്ലേ, കാരണം നോക്കൂ, ദിസ് ഇ ടു ദ പവർ മൈനസ് ബി ടി ഇൻറ്റു 1 പ്ലസ് ദിസ് ടേം ബിക്കം 0 അല്ലേ, ഇവിടെ ഒരു ഇൻഫിനിറ്റി ടേം പോലെ വരുന്നുണ്ട്. ബട്ട് ദിസ് ടേം നോക്കൂ ഇവിടെ എന്തായിട്ട് മാറുന്നു, ദിസ് ബിക്കംസ് 1, ദിസ് അഗെയിൻ ബിക്കംസ് 1 അല്ലേ, ഇ റേസ് ടു 0 ആയിട്ട് മാറും. ഇ റേസ് ടു 0 ഇസ് 1, ബട്ട് ഇതൊരു പ്ലസ് ഇൻഫിനിറ്റി ഇതൊരു മൈനസ് ഇൻഫിനിറ്റി എന്നായിട്ട് മാറും, ഒന്നും ക്യാൻസൽ ചെയ്ത് പോകുന്നു. സോ ദിസ് ഈസ് 1 plus 1 2 ആയിട്ട് മാറുന്നു. So then this 2 and this 2 get cancelled. So this becomes q0 minus q0 e to the power minus bt, or q0 into 1 minus e to the power minus bt. But b എന്താ നമുക്കറിയാം, b is r by 2l അല്ലേ. സോ നേരത്തെ നമ്മൾ RL സർക്യൂട്ടിൽ കണ്ടതുപോലെ RL സർക്യൂട്ടിൽ എങ്ങനെയായിരുന്നു, q0 into 1 minus e to the power minus r by l into t ആയിരുന്നു അല്ലേ. ഇവിടെയാണെങ്കിൽ r by 2l into t ആണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. ബട്ട് ദ ടൈം കോൺസ്റ്റന്റ് ഈസ് ഗ്രേറ്റർ ആണ് അല്ലേ, 2l by r എന്നായിരിക്കും ഇവിടെ ടൈം കോൺസ്റ്റന്റ്. 2 times LR സർക്യൂട്ടിന് 2 times ടൈം കോൺസ്റ്റന്റ് ആണ് ഇവിടെ വരുന്നത് എന്നുള്ള വ്യത്യാസമാണ് വരുന്നത്. ഓക്കെ, now the third case is if b square is less than k square or r by 2l whole square is less than 1 by lc. ഈ കേസ് നമ്മൾ പറയുന്ന പേരാണ് ഡാംപ്ഡ് ഓസിലേറ്ററി കേസ് അല്ലെങ്കിൽ അണ്ടർ ഡാംപ്ഡ് കേസ്, ഡാമ്പിംഗ് കുറഞ്ഞ കേസ് എന്ന് നമ്മളിതിനെ പറയാറുണ്ട്. സോ ഈ കേസിൽ നമുക്കറിയാം ദിസ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇസ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി.
So root of a negative quantity is an imaginary quantity. Okay, so അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? This b square minus k square is equal to I omega. കാരണം root minus 1 is I omega. Where omega is equal to k square minus b square. Okay, so substituting, നമുക്ക് എന്ത് വരും? നേരത്തെ പഴയ നമ്മുടെ ഒറിജിനൽ സൊല്യൂഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ q is equal to q0 minus q0 by 2 into e to the power minus bt into 1 plus b by I omega അല്ലേ? നമ്മൾ ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആയിരുന്നു, ബി ബൈ ഐ ഒമേഗ ആയിട്ട് മാറി. അതേപോലെ ഇവിടെ ഇ ടു ദ പവർ പ്ലസ് ഐ ഒമേഗ ടി പ്ലസ് 1 മൈനസ് ബി ബൈ ഐ ഒമേഗ ഇ ടു ദ പവർ മൈനസ് ഐ ഒമേഗ ടി. ഓക്കെ, നമുക്കിവിടെ കോമൺ ആയുള്ള ടേമുകളൊക്കെ ഒരുമിച്ച് എഴുതാം. അതേപോലെ താഴെ വരുന്ന ഈ 2നെ ഉള്ളിലേക്ക് എടുത്ത് എഴുതാം. സോ നോക്കൂ, q0 ഇ ടു ദ പവർ മൈനസ് ബി ടി, ഇവിടെ 1 ഇൻറ്റു ഇ ടു ദ പവർ പ്ലസ് ഐ ഒമേഗ ടി, ഇവിടെ 1 ഇൻറ്റു മൈനസ് 1 into e to the power minus I omega t ആണല്ലേ. സോ e to the power I omega t plus e to the power minus I omega t divided by 2. ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള ഈ 2 ആണ് ഇവിടെ വരുന്നത്. സോ പ്ലസ് then നോക്കൂ b by I omega ആണ്. സോ b by I omega into e to the power I omega t minus e to the power minus I omega t എന്നാണ് വരുന്നത് അല്ലേ. അതേപോലെ ഈ 2 കൂടെ ഇവിടെ വരുന്ന സമയത്ത് 2i ആയിട്ട് മാറുന്നു. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ എഴുതാമെന്നർത്ഥം. നമുക്കറിയാം this is equivalent to the cos omega t and this one is equivalent to the sin omega t അല്ലേ. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, q is equal to q0 into 1 minus e to the power minus bt cos omega t plus b by omega sin omega t. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇതിനെ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ ചെയ്യും. ഇതും കണ്ടു കഴിഞ്ഞാലല്ലേ രണ്ട് ടേമിൽ സം ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് ക്ലിയർ ആവുന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് വീണ്ടും ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ ചെയ്യണം. സോ ദിസ് ടേം ക്യാൻ ബി എക്സ്പാൻഡഡ് ലൈക്ക് അല്ലേ, ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ. ഈ ഒമേഗ കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതേപോലെ ദിസ് ഒമേഗ ഈസ് റീപ്ലേസ്ഡ് ബൈ കെ സൈൻ ആൽഫ and b is replaced by k cos alpha. ജസ്റ്റ് ഒരു കൺവീനിയൻസിന് വേണ്ടി മാത്രം ചെയ്യുകയാണ്. സോ എന്തായിട്ട് മാറും നോക്കൂ, ഇങ്ങനെയായിട്ട് മാറും അല്ലേ. സോ ഇവിടെ k ഒരു കോമൺ ആണ്, സോ k പുറത്തെടുക്കാം. സോ k ബൈ ഒമേഗ പുറത്തെടുക്കാം, ഹോൾ ബൈ ഒമേഗ ആയിരുന്നല്ലോ. സോ ഇവിടെ എന്ത് വരും? സൈൻ ആൽഫ കോസ് ഒമേഗ ടി പ്ലസ് കോസ് ആൽഫ സൈൻ ഒമേഗ ടി അല്ലേ. സൈൻ എ പ്ലസ് ബിയുടെ എക്സ്പാൻഷൻ ആണ്. സോ നമുക്ക് അത് ഇങ്ങനെ സൈൻ എ പ്ലസ് ബി ആയിട്ട് അതിനെ മാറ്റി എഴുതാം. So q becomes q0 into 1 minus k e to the power minus bt by omega sin omega t plus alpha. So this equation represents a damped oscillatory case of the growth. അല്ലേ, കാരണം ഇതൊരു ഓസിലേറ്ററി ആണ്. ഇവിടെ നമുക്ക് സൈൻ ടേം വരുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് ഡാമ്പിങ് അറ്റ് ദ സെയിം ടൈം അല്ലെ. ഇ ടു ദ പവർ മൈനസ് ബി ടി വരുന്നത് കൊണ്ട് തന്നെ ടൈമിനനുസരിച്ച് ഡിക്രീസ് ചെയ്യുന്ന ഒരു സൈനുസോയിഡൽ ഓസിലേഷൻ ആണ് എന്നർത്ഥം. എന്തിൽ നിന്നാണ് ഡിക്രീസ് ചെയ്യുന്നത്? q0യിൽ നിന്നാണ് ഡിക്രീസ് ചെയ്യുന്നത് അല്ലേ. സോ q0യുടെ എബവ് ആൻഡ് ബിലോ ആയിട്ട് ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ഓസിലേറ്ററി കേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. ദി ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി ഈസ് ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു k സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് 1 by LC root of 1 by LC minus r by 4l square അല്ലേ. അങ്ങനെ അവസാനം ടി കൂടുന്നതിനനുസരിച്ച് ടി ഇൻഫിനിറ്റി ആയി മാറുന്ന സമയത്ത് ഈ ടേം എന്തായിട്ട് മാറും? e raised to minus infinity, that is this becomes 0 അല്ലെ. this term becomes 0 and it settles to q0. okay, so these are the three cases. So this is the first case, the overdamped case അല്ലെ. overdamped case ആയതുകൊണ്ട് വളരെ പതുക്കെയാണല്ലേ ഇത് എന്ത് ചെയ്യുന്നത്, ഗ്രോ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ നോക്കൂ, ഇത്തിരി കൂടെ ക്രിട്ടിക്കലി ഡാംപ്ഡ് കേസിൽ ഇത്തിരി കൂടെ ഫാസ്റ്റ് ആയിട്ടാണ് നേരത്തെ എല്ലാ സർക്യൂട്ടിലും ഉണ്ടായിരുന്നത് പോലെ, ബട്ട് അതിനേക്കാൾ ഇത്തിരി സ്ലോ ആയിട്ട് ആണ് നമ്മുടെ ഗ്രോ ചെയ്യുന്നത്, ചാർജ് ഗ്രോ ചെയ്യുന്നത്. ഡാംപ്ഡ് ഓസിലേറ്ററി കേസ് നോക്കൂ, q0യുടെ എബൌട്ട് ആയിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് അവസാനം ഇവിടെ ഇത് q0 ഇൻഫിനിറ്റി സമയത്തിന് ശേഷം q0യിലേക്ക് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ത്രീ കേസ്. ഈ ഗ്രാഫ് വരക്കുന്നത് അല്ലെങ്കിൽ ഈ ഗ്രാഫ്സും തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. സോ ദി ലോവസ്റ്റ് വൺ ഈസ് ദി ഓവർ ഡാംപ്ഡ് കേസ്, ദിസ് മിഡിൽ വൺ ഈസ് ദി ക്രിട്ടിക്കലി ഡാംപ്ഡ് കേസ്, ദിസ് വൺ ഈസ് ദി damped oscillatory case. Okay.
Okay, thank you.